ഇന്നലെ നടന്ന +1 ഗണിത മാത്സ് എക്സാമില് ഏതാണ്ട് മിക്കവാറും ചോദ്യങ്ങൾ ഒരു ഡിജിറ്റ് പോലും മാറ്റമില്ലാതെ തന്നെ യൂട്യൂബ് ചാനലില്, ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, യൂട്യൂബ് ചാനലിൽ അതേപടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എനിക്കുള്ളൊരു ആശങ്ക, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ ചോർത്തുന്നതിന്റെ പിന്നിൽ ഒരു ലോബി ഉണ്ട് എന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുള്ളൊരു സംശയം. അതിനെ ബലപ്പെടുന്ന തരത്തിലാണ് അതിലെ മിക്കവാറും ചോദ്യങ്ങൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ അതേപടി അതിൽ തലേ ദിവസം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സബ്ജക്ട് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എങ്ങനെയാണ് ചോർത്തുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇനി ഏതെങ്കിലും സ്കൂളിൽ നിന്നാണോ അല്ല, നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആവുന്നില്ലല്ലോ. ഇത് വിശ്വസിച്ച് കുട്ടികൾ ഇതിന്റെ മാർച്ചിലത്തെ പൊതുപരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ചാനലിൽ വരുന്നെന്ന് വിശ്വസിക്കുകയും അതേസമയം പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇവർക്ക് ചോർത്താൻ പറ്റി എന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാം. ഒന്നാമത്തേത് SSLC മെയിൻ എക്സാം 2023-24, അതായത് ഈ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷ. ആ പരീക്ഷയിൽ കേരളത്തിൽ ഒരുപാട് SSLC പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് പബ്ലിക് എക്സാമിൽ, നോട്ട് ദ പോയിന്റ്, പബ്ലിക് എക്സാമിൽ 55,000 കുട്ടികൾ ഒരേപോലെ കൺകറന്റ് വ്യൂവേഴ്സ് നേടിത്തന്ന ഒരു ലൈവായിരുന്നു, അല്ലെ ഒരു സീരീസ് തന്നെയായിരുന്നു. അതായത് SSLC മെയിൻ എക്സാമിന് കേരളത്തിലെ 55,000 കുട്ടികളാണ് അന്ന് കൺകറന്റ് ആയിട്ട് എൻ്റെ ചാനലിലേക്ക് ലൈവുകൾ കാണാൻ വേണ്ടി വന്നിരുന്നത്. അത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും UAE യിലും അബുദാബിയിലും ഒക്കെ ഇരുന്നിട്ട് സ്റ്റേറ്റ് സിലബസിന്റെ ലൈവ് കാണാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 55,000 എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നു. SSLC ഓണം എക്സാം വരുന്നു. ഓണം എക്സാമിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ SSLC കുട്ടികൾ ലൈവിലേക്ക് വന്നത് MS സൊല്യൂഷൻസിന്റെ ലൈവിലേക്കായിരുന്നു. അത് 35,000 എന്ന സംഖ്യയായിരുന്നു. അതിൽ കൂടുതൽ കഴിഞ്ഞ ഓണപരീക്ഷയിലേക്ക് വന്നിട്ടില്ല. സോ 2024 മാർച്ച് പരീക്ഷയിലും ഓണപരീക്ഷയിലും വ്യൂവേഴ്സ് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് MS സൊല്യൂഷൻസിന്റെ ലൈവുകളിലും കണ്ടന്റ് വീഡിയോകളിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്താഗതി ഉണ്ടായേക്കാം. അങ്ങനെ എനിക്കറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു, MS നീ സൂക്ഷിച്ചോ, നിനക്കെതിരെ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. നിന്നെ തകർക്കുക, അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക, അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും വരുന്നത്, നീ സൂക്ഷിച്ചോ എന്ന് എന്നോടൊരാൾ. ഞങ്ങൾ എന്തായാലും സർക്കാരിനോട് സഹകരിക്കാൻ റെഡിയാണ് എന്ന് തന്നെയാണ് എന്റെ ഡയറക്ടേഴ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാധ്യമങ്ങളിൽ വരാനോ ചർച്ച ചെയ്യാനോ മറുപടികൾ പറയാനോ. എന്റെ മറുപടികൾ എന്താണെന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, എന്നെ നിയന്ത്രിക്കുന്ന എന്റെ ഡയറക്ടേഴ്സ് പറയാണ് ഇപ്പൊ ക്ഷമ പാലിക്കുക, നിശബ്ദനായി നിൽക്കുക, നിയമങ്ങളുമായി സഹകരിക്കുക. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എന്റെയും ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, എന്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെന്ന് അറിയാം. രക്ഷിതാക്കളുണ്ട്, എന്തൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട്, പഠനപരമായ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്ന് തന്നെയാണ് താല്പര്യം. പക്ഷെ മനസ്സുകൊണ്ട് വരാൻ പറ്റുന്നില്ല. കാര്യം അത്രമേൽ നമ്മൾ നല്ലത് ചെയ്തു കൊടുത്തിട്ടും അതൊക്കെ അവഗണിക്കപ്പെടുകയും 1000-1 നോക്കി നടക്കാൻ. നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. മേ ബി ഇത് അവസാനത്തെ വീഡിയോ ആകാം. ഇനി MS സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ. ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല. ഇതിൽ വിശദീകരണം പറയുകയാണെങ്കിൽ, ഞാനൊരു തുടക്കക്കാരനാണ് ഈ ഒരു മേഖലയിൽ. അതോടൊപ്പം തന്നെ പ്രഡിക്ഷനാണ് MSന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 2-3 വീഡിയോ അതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഡിസ്കോഴ്സുകളും അപ്രീസിയേഷനും അതേപോലെ എങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരും എന്നുള്ളൊക്കെ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു ലൈവ് 7:30 മുതൽ ഏകദേശം 9 മണിക്കുള്ളിൽ തീർന്നിട്ടുണ്ട്. അതിന് മുൻപേ ലൈവുകൾ കൊടുത്തും അതിന് മുൻപ് ഡിസ്കോഴ്സുകളും മറ്റും പറയുകയും ഇതിൽ ഇന്ന ചോദ്യങ്ങൾ വരാമെന്ന് സൈലം ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെയൊക്കെ വീഡിയോസിൽ ഇന്ന ചോദ്യം വരാമെന്നും പറയുന്നുണ്ട്. നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ പോകുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്.
പ്രഡിക്ഷൻ വീഡിയോ ഇടുന്നതിന് ആശ്രയിച്ചത് മറ്റ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് എന്നതാണ് ഇപ്പോൾ MS സൊല്യൂഷൻസിലെ ആരോപണ വിധേയനായ അധ്യാപകർ. ഓക്കെ, അപ്പൊ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർത്തി എന്നുള്ള രീതിക്കുള്ള ഒരു ആരോപണങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അപ്പൊ ഈ ഒരു ആരോപണം ഉന്നയിച്ച ഈ ഒരു മാഷിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചത്? ഇപ്പൊ ഒരു കാര്യം ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോഴത്തേക്ക് അതിന് തെളിവുകൾ വേണ്ട. അതായത് അവർ ചോദ്യ പേപ്പർ ചോർത്തി എന്നുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉന്നയിക്കാം ഇതേപോലുള്ള ആരോപണങ്ങൾ. പക്ഷേ ഇപ്പൊ ഇവരുടെ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇനി ചോദ്യ പേപ്പർ ചോർത്തിയിട്ടുണ്ടോ എന്ന് അവർ തെളിയിക്കട്ടെ. തെളിയിക്കാത്തോടത്തോളം കാലം ഞാൻ ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്തില്ല. ഈ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാര്യം അവര് അങ്ങനെ ചെയ്തെന്ന് എവിടെയാകുമ്പോൾ തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വെറുതെ പറയുന്നത്? അപ്പൊ ഈ ഒരു ഇവരുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഈ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഭൂരിഭാഗവും ഇപ്പോഴത്തെ പരീക്ഷകളിൽ വരുന്നത്. അതിപ്പോ നമ്മൾ ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. മുന്നേ ചോദിച്ചിട്ടുള്ള ഏതൊക്കെയാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ആ ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കും ഇപ്പോഴും ചോദിക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യനുകൾ അടക്കം അത് തന്നെ റിപ്പീറ്റ് അടിച്ചൊക്കെ വരാറുണ്ട്. ഇഷ്ടംപോലെ പരീക്ഷകൾ അങ്ങനെ വന്നിട്ടുണ്ട്, വരാറുമുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഈ സംഭവം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതേ സെയിം പരിപാടി തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഇവര് മാത്രമൊന്നല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഈ സൈലം ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എക്സാമിനർ ആണെങ്കിലും അങ്ങനത്തെ പല പല ചാനലുകളും ഉണ്ട് ഇതേപോലെയുള്ള ലൈവുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ലൈവുകളിനകത്ത് ഇവർ പറയുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. ഇപ്പൊ ഈ സൈലം പോലുള്ളവരൊക്കെ പറയുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ അവർക്കെതിരെ ആർക്കെതിരെയും കേസില്ല. അതായത് അവർക്ക് ആർക്കും എതിരെ കേസില്ല. ഈ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ മാത്രം കേസ്. ഞാനൊരു കേസ് എടുത്തിട്ട് ഇപ്പൊ 2 ദിവസത്തേക്ക് അവരുടെ ചാനൽ പൂട്ടേണ്ട ഒരു രീതിക്ക് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടാമത് വീഡിയോ ഇടാനൊക്കെ തുടങ്ങി. പക്ഷെ ആ ഒരു 2 ദിവസം ഈ ഒരു എക്സാമിന്റെ ടൈമിൽ പോയത് അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ MS സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാര്യം അവർക്കെതിരെ ഒരു തെളിവുകൾ കിട്ടാത്തടത്തോളം കാലം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? എനിക്ക് ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാര്യം അവർക്കെതിരെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള തെളിവ് വേണം. ഇവർക്കെതിരെ തെളിവൊന്നുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതിന്